കോടതിയും ഗവൺമെന്റും ആ വക കാര്യങ്ങൾ വേണ്ടവണ്ണം അന്വേഷിക്കുകയും നല്ല നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളേതായാലും കുറ്റവാളികൾ കണ്ടുപിടിക്കണമെന്നും ശിക്ഷിക്കണമെന്നും ഉള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും നിലപാടിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ആരായാലും അല്ലാതെ അത് ദേവസ്വം ബോർഡ് അനാവശ്യമായി പണം ചെലവാക്കണമെന്ന് തെളിയണ്ടേ ഈ കാര്യത്തിൽ? ഇക്കാര്യത്തിൽ അനാവശ്യമായി പണം ചെലവാക്കി എന്ന് തെളിയേണ്ടത്. കണക്കുകൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാനൊക്കത്തില്ലല്ലോ. അത് ആ ഓരോന്നിനും സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ വഴി അന്വേഷിച്ചിട്ട് അവർ ബോധ്യപ്പെട്ടിട്ട് നടപടി എടുക്കട്ടെ. അങ്ങനെ നടപടി അങ്ങനെ അല്ല, ഇന്ന് അവർ കുറ്റം ചെയ്തിട്ടില്ല, നടപടിക്ക് ആവശ്യമില്ല എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞാനൊന്നും അതിനെ പറ്റി ഒന്നും പറയണ്ട. അതൊക്കെ അവരുടെ ഇന്റേണൽ ഇതല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം സുതാര്യത ആവശ്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് നിലപാടും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സമദൂരം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യാം. അതിന് യാതൊരു തടസ്സമില്ല. ഈ യുവതി പ്രവേശന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബിജെപി. അവർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാമായിരുന്നു. അല്ല, അവര് ചെയ്തില്ല എന്നല്ലേ നമുക്ക്. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് നമുക്ക് പറയാനൊക്കെ. അവർ ചെയ്തില്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. ഇല്ല ബന്ധപ്പെട്ടില്ല. അല്ല, അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അവരെന്ത് നടപടി സ്വീകരിക്കുന്നു അറിയട്ടെ എന്ന് അത് നോക്കിയിരിക്കാം. അല്ല, ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അങ്ങനെ ഒരു മാറ്റം അതിന് അതായത് വാദി ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിൽ തന്നെ പഴയതുപോലെ പോകാൻ ആ മാറ്റം ഉൾക്കൊണ്ട് ഗവൺമെന്റിന്റെ മനോഭാവം എന്താണെന്ന് അത് എടുക്കുമ്പോഴല്ലേ അറിയാനൊക്കെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള സർക്കാരിന്റെ സമീപനം വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ തിരുത്തുമെന്ന പ്രതീക്ഷ ഉണ്ടല്ലേ? തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ.